അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിക്കോ? പിന്നെ കല്ലുവലിക്കില്ലേ? അതെ, എന്തേലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അലറിയാൽ മതി, ഞാൻ ഓടിക്കോളാം. കേട്ടോ, നീ മൂന്ന് എനിക്ക് അറിയാടാ. ഞാൻ തള്ളിടാൻ വന്നില്ലല്ലോ. ഹായ്, എന്തെടുക്ക? ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സിദ്ധുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് മനസമാധാനം കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, അത് തരൂ. അതിന് വേണ്ടിയിട്ടാണ്. ഈ മനസമാധാനം പോവാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവൂല. കാരണം ഒരു കാരണവുമില്ല, ഒരു കാരണമില്ലെന്നേ. നോക്കണേ, ഒന്നുമില്ല. അതെ സിദ്ധു, കനകാന്റിയും പാറുവും കേശു ഒക്കെ പറയുന്നു നീ എല്ലാരോടും ഭയങ്കരമായിട്ട് ചൂടാവണം. അതിനെ ചൂട് അളക്കാൻ വേണ്ടി വന്നതാ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാലോ. ഇനിയിപ്പോ നീ ഞാനായിട്ട് വല്ല പ്രശ്നമാണെങ്കിലോ, അല്ലെങ്കിൽ കേശുവായിട്ട് എന്തെങ്കിലും അലമ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പാറുമായിട്ട് എന്തെങ്കിലും അലമ്പ്. രണ്ടുപേരും കൂടെ എന്നെ നിരീക്ഷിക്കാൻ വന്നതാ. ഞാനിവിടെ അലമാര ഇങ്ങനെ മറ്റേ നിനക്കൊന്നും ഒരു പണിയില്ലടാ, വേറെ നിരീക്ഷിക്കാൻ വന്നേക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന്. ഒന്നും കിട്ടിയില്ല. ലച്ചു എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ലാതെ സിദ്ധു അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. അവനൊരു പാവന്നേ. അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി, ഇനിയിപ്പൊ എല്ലാരും കൂടെ പറ അവൻ ദേഷ്യപ്പെടാനുള്ള കാരണം ഞാനാണെന്ന്. എനിക്കിപ്പോ സിദ്ധോളന്റെ അടുത്തോട്ട് പോവാനേ ഭയങ്കര പേടിയാ. ഞാൻ ഒരു പടം വരച്ചിട്ട് സിദ്ധോളനെ കൊണ്ട് കാണിച്ചു. അപ്പൊ സിദ്ധോളൻ ദേഷ്യപ്പെട്ടിട്ട് എന്റെ അടുത്ത് ചോദിക്കുക, നിനക്ക് പടം വരയ്ക്കുന്നല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലേ? അപ്പൊ നമ്മളെല്ലാരും ഇവിടെ അങ്ങനെയല്ലേ ചോദിക്കണേ, ഏച്ചി പാടി. അവന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ചെന്ന് അളിയനതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടിയപ്പോൾ തന്നെ എന്തിനാണ് എന്റെ അടുത്ത് ചൂടായത്? ഒന്ന്, ചേച്ചി പഞ്ചാര കൂട്ടി ചായ കൊണ്ടുപോയി കൊടുത്തതിന് എന്തിനാണ് ചേച്ചി എടുത്ത് ചൂടായത്? പഞ്ചാര കൂട്ടി ചായ ഞാൻ കൊടുത്തില്ല, ആവശ്യത്തിനുള്ള പഞ്ചാര മാത്രമേ ഏറ്റുള്ളൂ. പോട്ട്, അങ്ങനെ ചായ കൊടുത്തിട്ട് എന്തിനു ചൂടായി? പോരത്തന ഗ്ലാസ് എറിഞ്ഞുടച്ച്. പിന്നെ പാറുവിന്റെ അടുത്ത് ഇപ്പൊ ചൂടായെന്ന് പറയണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അളിയൻ എന്തോ ഒരു പ്രശ്നം ഇല്ലേ? കേശുവേട്ടാ, നമ്മളറിയാതെ അളിയന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തോ? നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഇതൊന്നുമല്ല, വേറെ എന്തോ കാര്യമാണ്. ശരി, നമ്മൾക്ക് സാപ്പിട വേണ്ടാമാ? ആന്റി, ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ്. இல்லடா, நம்ம சாப்பிடும் போது நம்ம சித்துவும் கூப்பிட வேண்டாமா? അങ്ങനെ. சரி, யாரு கூப்பிடுவாங்க?